മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസ് ഇപ്പോൾ ആകാശത്തിൽ പറന്നെടുക്കുക. അത് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, ഉമ്മത്ത് എത്തിയിട്ടുമില്ല. അത് എന്തിനാണ് അയച്ചത്, അത് ആർക്കാണ് അയച്ചത്, അത് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് ഇ ഡി വ്യക്തമാക്കട്ടെ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ എത്തി? അന്നും നോട്ടീസ് അയച്ചായിരുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഒതുക്കി തീർത്തു. ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം അവധി മാറ്റി, എത്ര കൊല്ലം നീട്ടി. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. ലാവ്ലിൻ കമ്പനിയുടെ കേസ് വളരെ വ്യക്തമല്ലേ, അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ കേസ് നീട്ടിക്കൊണ്ടുപോകാനും ഇല്ലായ്മ ചെയ്യുവാനുമാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ യോജിച്ച നീക്കങ്ങൾ നടക്കുന്നത്. ഇത് അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു മസാല ബോണ്ടിൻ്റെ പേര്, അതേ ഉള്ളൂ. മസാല ബോണ്ട് കേസിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ പലതവണ ഈ വാദങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോഴും ഇഡി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ 17 അംഗ എന്താണ് ഇത്ര ഇങ്ങനെയൊരു ആ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ, ആത്മാർത്ഥതയാണെങ്കിൽ മറ്റു കേസുകൾക്ക് എന്താ? മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ലെറ്റ് ദം ആൻസർ. അതിൻ്റെ മറുപടി കിട്ടട്ടെ. ആ നോട്ടീസിൻ്റെ ഗതി എന്തായി, സ്ഥിതി എന്തായി? അതാ ഞാൻ പറഞ്ഞത്, അത് എവിടെയാണുള്ളത് വ്യക്തമാക്കട്ടെ. ഇതൊരു ഒത്തുകളി മാത്രമാണ്. താൽക്കാലിക തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റാൻ LDFനെതിരെയുള്ള ശക്തമായിട്ടുള്ള വാർത്തകൾ. ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കള്ളന്മാർക്ക് കഞ്ഞിവെക്കുകയാണ് CPM, കള്ളന്മാർക്ക് കാവൽ നിൽക്കുകയാണ് CPM. ഇന്നലെ കോഴിക്കോട് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് എന്താണ്? പത്മകുമാറിനെ തൊടില്ലെന്നാണ് പറഞ്ഞത്. ജയിൽ കിടക്കുന്ന, ശബരിമല സ്വർണം മോഷ്ടിച്ച് ജയിൽ കിടക്കുന്ന പത്മകുമാറിന് പരിവേഷം ചേർത്തുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അതിനെയൊക്കെ ജനങ്ങൾ എതിർക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. ശരി, അങ്ങനെ ഞാൻ പത്രത്തിൽ നിന്ന് കണ്ടത്, 5 പേർക്കെതിരെ, അത് ഞാൻ പേപ്പറിൽ നിന്ന് കണ്ടത്. എല്ലാ കേസും അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പിന്നെ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും ചേരുന്നു. അത് നിതിൻ, ഈ നോട്ടീസിൽ എന്താണ് പറയുന്നത്? ചട്ടലംഘനത്തിന് കാരണമാണോ ചോദിച്ചിട്ടുള്ളത്? 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസാണ്. അതായത് ഫെമ നിയമലംഘനങ്ങളുടെ അല്ലെങ്കിൽ നിയമങ്ങളുടെ ചട്ടലംഘനം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കാരണം വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇത് 2021 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ച അന്വേഷണമാണ്. ഈ 2019 മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇത് 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി യോഗത്തിൽ ഈ മസാല ബോണ്ട് നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് 2019 തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും 9.72 എന്ന ശതമാനം പലിശയിൽ 2750 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു മസാല ബോണ്ട് വഴി. ഈ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് അത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നാണ് EDയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. EDയുടെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ അതോറിറ്റിക്ക് മുൻപിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്യേണ്ടത്. പിന്നീട് ഈ അതോറിറ്റി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുക. ഈ അതോറിറ്റിക്ക് ഈ അന്വേഷണം ഇതിൽ ഏത് തരത്തിൽ പിഴയടയ്ക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനോ അല്ലെങ്കിൽ ഇതിൽ ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഈ അതോറിറ്റിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അതോറിറ്റിക്ക് മുൻപിലായിരിക്കും ഇത്തരത്തിലൊരു വിശദീകരണം നൽകേണ്ടത്. ഇക്കാര്യത്തിൽ നോട്ടീസ് നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ED കഴിഞ്ഞ വർഷം 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കൂടി നോട്ടീസ് അയക്കുന്നത്. ഇതിൽ നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ വിശദീകരണം നൽകാനാണ്. സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാനാണ് നോട്ടീസ് അയക്കുക. പക്ഷേ ഇത്തവണ ഹാജരാകാനല്ല നോട്ടീസ് അയച്ചിരിക്കുന്നത്, കാരണം കാണിക്കാനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അഭിഭാഷകൻ വഴിയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിലാണ് ഈ വിശദീകരണം നൽകേണ്ടത് ഈ നോട്ടീസിന്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ED വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. തോമസ് ഐസക് അടക്കമുള്ളവർ നോട്ടീസ് കൈപ്പറ്റിയെന്നാണ് ED പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നോട്ടീസ് കൈപ്പറ്റിയോ എന്ന കാര്യത്തിൽ ED ഒരു വ്യക്തത നൽകുന്നില്ല. ഏതായാലും
ഫെമ ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത്. ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ വിശദീകരണം നൽകിയ ശേഷമായിരിക്കും PMLA നിയമങ്ങളടക്കമുള്ള ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു ഇതിലേക്ക് പോകും. ഏതായാലും ഇപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരണം ഇ ഡിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2021 ഈ 2019 നടന്ന 2150 കോടി രൂപയുടെ ഇടപാടിലാണ് 2021 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു കേസ് എടുക്കുകയും പിന്നീട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാധാരണ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടറാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയായി വരിക. പക്ഷേ ഈ കേസിൽ വലിയ തുകയായത് അല്ലെങ്കിൽ 2150 കോടി രൂപയുടെ ഇടപാടായതുകൊണ്ട്